നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിലെ അഭയാർത്ഥി നയത്തിൽ നിർണായക മാറ്റങ്ങൾ പ്രഖ്യാപിച്ച് ചാൻസലർ ഫ്രീഡ്രിഷ് മെർസ്. ജർമ്മനിയിലുള്ള സിറിയൻ അഭയാർത്ഥികളിൽ 80% പേരും അടുത്ത 3 വർഷത്തിനുള്ളിൽ സ്വന്തം നാട്ടിലേക്ക് മടങ്ങണമെന്ന ലക്ഷ്യമാണ് മെർസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറയുമായി ബെർലിനിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ചാൻസലർ ഈ പ്രഖ്യാപനം നടത്തിയത്. ജർമ്മനിയിലുള്ള 13 ലക്ഷം സിറിയക്കാരിൽ ഏകദേശം 8 ലക്ഷം പേരെ തിരികെ അയക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അസാദ് ഭരണകൂടത്തിന്റെ പതനത്തോടെ സിറിയയിൽ അഭയസ്ഥാനം തേടേണ്ട സാഹചര്യം അവസാനിച്ചുവെന്ന് ചാൻസലർ ചൂണ്ടിക്കാട്ടി. പുനർനിർമ്മാണത്തിന് സഹായമായി ഇക്കൊല്ലം 200 ദശലക്ഷം യൂറോയുടെ സഹായം ജർമ്മനി വാഗ്ദാനം ചെയ്തു. ജർമ്മനിയിൽ നിന്ന് മടങ്ങുന്നവർക്ക് അവിടെ പുതിയ ജീവിതം തുടങ്ങാൻ മൈക്രോ ക്രെഡിറ്റ് പദ്ധതികളും ആവിഷ്കരിക്കും. ജർമ്മനിയിലുള്ള സിറിയക്കാരുടെ അഭയാർത്ഥി പദവി വീണ്ടും പരിശോധിക്കും. ജോലിയില്ലാത്തവരും കൃത്യമായി ഇന്റഗ്രേറ്റ് ചെയ്യാത്തവരും നിർബന്ധമായും മടങ്ങേണ്ടി വരും. എന്നാൽ ജർമ്മൻ പൗരത്വം ലഭിച്ച 2.5 ലക്ഷത്തോളം സിറിയക്കാരെ ഈ നീക്കം ബാധിക്കില്ല. അതേസമയം ബെർലിനിലെ റിറ്റ്സ് കാൾട്ടൺ ഹോട്ടലിൽ നടന്ന അല്ലാഹു അക്ബർ വിളികൾ ജർമ്മനിയെ ആശങ്കയിൽ ആക്കിയിട്ടുണ്ട്. സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറയുടെ ജർമ്മൻ സന്ദർശനത്തിനിടെ ബെർലിനിലെ പ്രശസ്തമായ റിറ്റ്സ് കാൾട്ടൺ ഹോട്ടലിൽ നടന്ന സംഭവങ്ങൾ വിവാദമാവുകയാണ്. ഔദ്യോഗിക ചർച്ചകൾക്ക് ശേഷം ഹോട്ടലിലെത്തിയ സിറിയൻ പ്രതിനിധി സംഘവും അനുകൂലികളും ആവേശത്തോടെ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചതാണ് ജർമ്മൻ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ വാർത്തയായത്. സിറിയൻ സ്വേച്ഛാധിപതി ബാഷർ അൽ അസദിനെ പുറത്താക്കി അധികാരമേറ്റ അബ് ടെററിസ്റ്റ് ആയ അഹമ്മദ് അൽ ഷാറയ്ക്ക് ജർമ്മനിയിൽ വലിയ സ്വീകരണമാണ് ലഭിച്ചത്. എന്നാൽ ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിഷ് മെർസുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആവേശകരമായ പ്രകടനം പലരിലും ആശങ്കയുണ്ടാക്കി. തീവ്രവാദ ഗ്രൂപ്പുകൾ സാധാരണയായി ഉപയോഗിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഒരു ഔദ്യോഗിക സന്ദർശനത്തിനിടെ ഉയർന്നു കേട്ടത് രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാമെന്നും ആശങ്കയുണ്ട്. സിറിയൻ അഭയാർത്ഥികളെ തിരികെ അയക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാനെത്തിയ പ്രസിഡന്റിന്റെ കൂടെയുള്ളവർ ഇത്തരത്തിൽ പെരുമാറിയതാണ് ജർമ്മനിയിലെ വലതുപക്ഷ പാർട്ടികൾ സർക്കാരിനെതിരെ ഇപ്പോൾ ആയുധമാക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഞങ്ങളൊരു മതേതര ജനാധിപത്യ രാജ്യമായി മാറുമെന്ന് പ്രസിഡന്റ് ഷാറ പ്രഖ്യാപിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരുടെ ഈ മതപരമായ മുദ്രാവാക്യങ്ങൾ ജർമ്മൻ ഭരണകൂടത്തിന് തന്നെ ഇപ്പോൾ തലവേദനയായിരിക്കുകയാണ്. ജർമ്മനിയിലെ ഹാഗനിൽ റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയെന്നാരോപിച്ച് ഉക്രൈൻ സ്വദേശിയെ ഫെഡറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. വിറ്റാലിയം എന്നയാളെ കാൾസ്റൂയിലെ ഫെഡറൽ പ്രോസിക്യൂട്ടറുടെ നിർദ്ദേശപ്രകാരം കസ്റ്റഡിയിലെടുത്തു. റഷ്യൻ അധിനിവേശത്തിന് ശേഷം ഉക്രൈൻ പക്ഷത്ത് ചേർന്ന് യുദ്ധം ചെയ്ത് ജർമ്മനിയിൽ താമസിക്കുന്ന ഒരു ഉക്രൈൻ സ്വദേശിയെ നിരീക്ഷിക്കുകയായിരുന്നു ഇയാൾ. ജർമ്മനിയിൽ ആരോഗ്യ ഇൻഷുറൻസ് വീതം കുതിച്ചുയരും. രാജ്യത്തെ രക്ഷപ്പെടുത്താൻ 15 ശതകോടി യൂറോയുടെ വൻ വെട്ടിക്കുറയ്ക്കലാണ് മെർസ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജർമ്മനിയിലെ ആരോഗ്യ ഇൻഷുറൻസ് മേഖല നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള വിപുലമായ പരിഷ്കാരങ്ങളാണ് മെർസ് സർക്കാർ പ്രഖ്യാപിച്ചത്. 2027 പൊതു ആരോഗ്യ ഇൻഷുറൻസ് മേഖലയിൽ 15 ശതകോടി യൂറോയുടെ കുറവുണ്ടാകുമെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ആരോഗ്യമന്ത്രി നീന വാർക്കന്റെ നേതൃത്വത്തിൽ 66 കർമ്മ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. പരിഷ്കാരങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ 2030 ഓരോ ഇൻഷുറൻസ് ഉപഭോക്താവിനും പ്രതിവർഷം 720 യൂറോ വരെ അധിക ബാധ്യത ഉണ്ടാകുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ഏകദേശം 7.5 കോടി ജനങ്ങളെ ബാധിക്കുന്ന പ്രധാന നിർദ്ദേശങ്ങളാണ് ഇനി പറയുന്നത്. ഇതിൽ പ്രവാസികൾക്കും തട്ടിക്കേട് ശരിക്കും ഉണ്ടാകുന്നുണ്ട്. രോഗികളെയും ഇൻഷുറൻസ് ഉപഭോക്താക്കളെയും ബാധിക്കുന്നവയാണ് എല്ലാം. സൗജന്യ ഇൻഷുറൻസ് നിർത്തലാക്കും. ജോലിയില്ലാത്ത ജീവിത പങ്കാളികൾക്ക് അല്ലെങ്കിൽ എ പാർട്ട്ണർക്ക് നിലവിൽ ലഭിക്കുന്ന സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ നിർത്തലാക്കാൻ നിർദ്ദേശമുണ്ട്. ഇതിലൂടെ 3.5 ശതകോടി യൂറോ ലാഭിക്കാനാണ് ഒരുങ്ങുന്നത്. മരുന്നുകൾക്കും ചികിത്സയ്ക്കും ചെലവേറും. കുറിപ്പടി പ്രകാരമുള്ള മരുന്നുകൾക്കും ആശുപത്രി വാസത്തിനുമുള്ള രോഗിയുടെ വിഹിതം അതായത് സൂസാലും വർദ്ധിപ്പിക്കും. അതേസമയം ഹോമിയോപ്പതി ചികിത്സാ ചെലവുകൾ ഇൻഷുറൻസ് പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സിക്ക് പേ അല്ലെങ്കിൽ ക്രാങ്കൻകളുടെ കുറയും. അസുഖം ബാധിച്ച് അവധിയിലിരിക്കുമ്പോൾ ലഭിക്കുന്ന തുക കുറയ്ക്കാനും അതിന്റെ കാലാവധി ചുരുക്കാനും നിർദ്ദേശമുണ്ട്. ഇക്കാര്യം പറയുമ്പോൾ ജർമ്മനിയിൽ പുതുതായി ജോലിക്കെത്തിയിട്ടുള്ള പലരും അസുഖമില്ലാതെ തന്നെ സിക്ക് ലീവ് അടിച്ച് കാശ് മേടിക്കുന്ന കഥ പലരും പലപ്പോഴും പറയാറുണ്ട്. ഇവർക്കൊക്കെയാണ് ഇപ്പോൾ പണി കിട്ടിയിരിക്കുന്നത്. ക്രാങ്കൻകളുടെ കുറയ്ക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ലഹരി വസ്തുക്കൾക്ക് വില കൂടും. സിഗരറ്റ്, മദ്യം, പഞ്ചസാര അടങ്ങിയ പാനീയങ്ങൾ എന്നിവയുടെ നികുതി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ആശുപത്രികൾക്കും ഡോക്ടർമാർക്കും പുതിയ രോഗികളെ സ്വീകരിക്കുന്നതിനും വേഗത്തിൽ അപ്പോയിന്റ്മെന്റ് നൽകുന്നതിനും ഡോക്ടർമാർക്ക് നൽകിയിരുന്ന അധിക തുക നിർത്തലാക്കും. ആശുപത്രി ബില്ലുകൾ പരിശോധിക്കാൻ ഇൻഷുറൻസ് കമ്പനികൾക്ക് കൂടുതൽ അധികാരം നൽകും. ഒരേ
അസുഖത്തിന് ഒന്നിലധികം തവണ ആശുപത്രിയിൽ പ്രവേശിച്ചാൽ അത് ഒരൊറ്റ ബില്ലായി കണക്കാക്കും. മരുന്നുകൾക്ക് ഇൻഷുറൻസ് കമ്പനികൾ കൂടുതൽ ഡിസ്കൗണ്ട് നൽകാൻ കമ്പനികൾ നിർബന്ധരാകും. ശ്രവണ സഹായികൾ, വീൽ ചെയർ തുടങ്ങിയൊക്കെ 1 വർഷത്തേക്ക് വില നിയന്ത്രണം ഏർപ്പെടുത്തും. സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാനാണ് ഈ കൈപ്പുള്ള ഗുളിക നൽകുന്നതെന്നാണ് ചാൻസലർ ഫ്രീഡ്രിഷ് മെർസിന്റെ നിലപാട്. രാഷ്ട്രീയ തർക്കങ്ങൾക്കിട നൽകി ഈ പരിഷ്കാരങ്ങൾ വൈകിപ്പിക്കരുതെന്നും അദ്ദേഹം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജൂൺ മാസത്തിൽ പെൻഷൻ പരിഷ്കാരങ്ങളെ കുറിച്ചുള്ള വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കൂടി വരുന്നതോടെ ജർമ്മനിയുടെ സാമൂഹിക സുരക്ഷാ നിയമങ്ങളിൽ വൻ മാറ്റങ്ങളാണ് ഉണ്ടാവുക. ജർമ്മനിയിലെ പുതിയ ആരോഗ്യ പരിഷ്കാരങ്ങൾ, അതായത് ഹെൽത്ത് റിഫോംസ്, ഇവിടെ താമസിക്കുന്ന പ്രവാസികളെയും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെയും എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. ഇത് ഓരോരുത്തരുടെയും സാമ്പത്തിക പ്ലാനിങ്ങിനെ കാര്യമായി ബാധിക്കുന്ന ഒന്നായി മാറുകയാണ്. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് വിദ്യാർത്ഥികളെ ബാധിക്കുന്നു എന്നതാണ്. ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിക്കും. നിലവിൽ 30 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന കുറഞ്ഞ നിരക്കിലുള്ള ഇൻഷുറൻസ്, അതായത് സ്റ്റുഡന്റിഷെ ക്രാങ്കൻഫർസിഷൻ തുക വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ ഏകദേശം 120 മുതൽ 130 യൂറോ നൽകുന്ന സ്ഥാനത്ത് ഇത് കൂടുതലായി നൽകേണ്ടി വരും. ഇനി സപ്ലിമെന്ററി കോൺട്രിബ്യൂഷൻ ആണ്, അതായത് സൂസാറ്റ്സ് ബൈട്രാക്. ഇൻഷുറൻസ് കമ്പനികൾ അവരുടെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഈ തുക വർദ്ധിപ്പിക്കും. ഇത് വിദ്യാർത്ഥികളുടെ മാസച്ചെലവ് കൂട്ടുകയും ചെയ്യും. ഇനി മരുന്നുകളുടെ വില നോക്കിയാൽ സാധാരണയായി വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്ന മരുന്നുകൾക്കും ആശുപത്രി വാസത്തിനുമുള്ള പേഷ്യന്റ് വീതം, അതായത് കോ പേയ്മെന്റ് അല്ലെങ്കിൽ സൂസാലും വർദ്ധിക്കുന്നത് ഇടയാക്കും. ഇനി പ്രവാസി കുടുംബങ്ങളെ ബാധിക്കുന്ന, അതായത് എക്സ്പാറ്റ് ഫാമിലിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇനി പറയുന്നത്. സൗജന്യ ഫാമിലി ഇൻഷുറൻസ്, അതായത് ഫമീലിയൻ ഫർസഷനും വലിയ മാറ്റമുണ്ടാവും. നിലവിൽ ഭർത്താവിനോ ഭാര്യയ്ക്കോ ജോലിയുണ്ടെങ്കിൽ പങ്കാളിക്ക് വരുമാനം കുറവാണെങ്കിൽ കൂടി സൗജന്യമായി ഇൻഷുറൻസ് ലഭിക്കുമായിരുന്നു. ഇത് നിർത്തലാക്കാൻ നിർദ്ദേശമുണ്ട്. അങ്ങനെയെങ്കിൽ ജോലിയില്ലാത്ത പങ്കാളിക്ക് സ്വന്തമായി ഇൻഷുറൻസ് എടുക്കേണ്ടി വരും. ഇത് ഒരു കുടുംബത്തിന് മാസം 200 യൂറോ മുതൽ 300 യൂറോ വരെ അധിക ബാധ്യതയാണ് ഉണ്ടാക്കുന്നത്. ഇതിനെപ്പറ്റി കൂടുതലായി പറഞ്ഞാൽ, പുതിയതായി ഫമീലിയൻ സുസാമൻ ഫ്യൂറോങ്ങിൽ ജർമ്മനിയിലെത്തുന്ന ഭാര്യയ്ക്കോ ഭർത്താവിനോ ഇതൊരു വലിയ ബാധ്യതയായി മാറുകയാണ്. മുൻപ് സൗജന്യമായി ഇൻഷുറൻസ് ലഭിച്ചിരുന്ന സ്ഥാനത്ത് നിയമം പ്രാബല്യത്തിലായാൽ ജോലിയില്ലാത്ത ആളുകൾക്ക് വേണ്ടി കൂടുതലായി ഇൻഷുറൻസ് പോളിസി എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ തുക അടക്കേണ്ടി വരും. അടുത്തത് സിക്ക് പേ ആണ്, അതായത് ക്രാങ്കൻ ഗെൽഡ്. ദീർഘകാലം അസുഖം ബാധിച്ച് ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ലഭിക്കുന്ന ക്രാങ്കൻ ഗെൽഡ്, അതിന്റെ തുക കുറയും. ഇത് പ്രവാസികളുടെ ഒരു വരുമാന സുരക്ഷയായിരുന്നു. അതാണ് ഇപ്പോൾ മാറ്റി എഴുതപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സിക്കടിച്ച് കൂടുതൽ പൈസ മേടിക്കാമെന്ന് വിചാരിച്ചാൽ ഇനി നടക്കുന്ന കാര്യമല്ല എന്നാണ് സർക്കാർ പറയുന്നത്. ഇനിയും പൊതുവായ മാറ്റങ്ങളെ പറ്റി പറഞ്ഞാൽ, പല മലയാളി കുടുംബങ്ങളും ഹോമിയോപ്പതി ചികിത്സ തേടാറുണ്ട്. ഇത് ഇനി ഇൻഷുറൻസ് പരിധിയിൽ ഉണ്ടാകില്ല. അതുകൊണ്ട് മുഴുവൻ തുകയും കയ്യിൽ നിന്ന് മുടക്കേണ്ടി വരും. അടുത്തത് കാത്തിരിപ്പ് സമയമാണ്. പുതിയ രോഗികളെ സ്വീകരിക്കുന്ന ഡോക്ടർമാർക്ക് നൽകിയിരുന്ന ഇൻസെന്റീവ് നിർത്തുന്നതോടെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ അപ്പോയിന്റ്മെന്റ് ലഭിക്കാൻ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ കാലതാമസം നേരിടും. ഇനിയും ജീവിത ചെലവ്, നികുതി വർധനവ് അല്ലെങ്കിൽ മദ്യം, സിഗരറ്റ് എന്നിവയ്ക്ക് പുറമെ പഞ്ചസാര അടങ്ങിയ പാനീയങ്ങൾക്കും, അതായത് സോഫ്റ്റ് ഡ്രിങ്ക്സിനും നികുതി ഏർപ്പെടുത്തുന്നത് വഴി നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിൽ ചെറിയ വർധനവ് ഉണ്ടായേക്കും. ഇതിനൊരു പരിഹാരമെന്നോണം കുറഞ്ഞ സൂസാറ്റ്സ് ബൈട്രാക് ഉള്ള ഇൻഷുറൻസ് കമ്പനികളിലേക്ക് മാറാൻ ശ്രമിക്കുക എന്നതാണ്. ഉദാഹരണത്തിന് ടീക്ക അല്ലെങ്കിൽ ആവോക്ക അല്ലെങ്കിൽ ബാർബർ എന്നിവയുടെ നിരക്കുകൾ താരതമ്യം ചെയ്ത് മറ്റ് ഇൻഷുറൻസ് കമ്പനികളെ ആശ്രയിക്കുന്നതായിരിക്കും പ്രവാസികൾക്ക് ഒരുപക്ഷെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ ഉള്ള ഒരു കാര്യം. അടുത്തത് ഹെൽത്ത് ചെക്കപ്പുകളാണ്, അതായത് നിർബന്ധിതമല്ലാത്ത സർജറികളോ ചികിത്സകളോ ഉണ്ടെങ്കിൽ നിയമം മാറുന്നതിന് മുമ്പ് തന്നെ പൂർത്തിയാക്കാൻ ശ്രമിക്കുക. കുടുംബ ബജറ്റ് പ്ലാനിങ്ങിനെ പറ്റി പറയുമ്പോൾ, ഫാമിലി ഇൻഷുറൻസ് മാറ്റം വരികയാണെങ്കിൽ മാസം ഒരു നിശ്ചിത തുക അധികമായി മാറ്റിവെക്കാൻ എല്ലാവരും ശ്രദ്ധിച്ചേ മതിയാകും. അതുകൊണ്ട് തന്നെ പുതിയ ഹെൽത്ത് റിഫോംസ് പ്രവാസികൾക്ക് ഒരു വലിയ ബാധ്യതയായി മാറുകയാണ്. യുകെയിലെ ഡെർബി നഗരത്തിൽ ശനിയാഴ്ച രാത്രി നടന്ന വാഹനാപകടത്തിൽ 7 പേർക്ക് പരിക്കേറ്റ സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ഇന്ത്യക്കാരൻ മലയാളി എന്ന അനൌദ്യോഗിക സ്ഥിരീകരണം. 36 വയസ്സുകാരനായ പ്രതി യുകെയിലെത്തിയത് ആശ്രിത വിസയിലാണ്. ഇപ്പോൾ ജീവിത പങ്കാളിയുമായി വേർപിരിഞ്ഞ് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. IT ഫീൽഡിൽ ജോലി ചെയ്തിരുന്ന പ്രതി ഇടയ്ക്ക് മാനസിക വിഭ്രാന്തി പ്രകടിപ്പിച്ചിരുന്നുവെന്നും സ്ഥിരീകരണമുണ്ട്. പ്രതിക്കെതിരെ കൊലപാതക ശ്രമം, അപകടകരമായ ഡ്രൈവിംഗ്, ഗുരുതര പരിക്ക് ഉണ്ടാക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. സംഭവത്തിൽ ഭീകരവാദ സാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധം അത്യന്തം അപകടകരമായ തലത്തിലേക്ക് നീങ്ങുന്നുവെന്ന് റിപ്പോർട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രമുഖ UN നയതന്ത്രജ്ഞൻ മുഹമ്മദ് സഫ രാജിവെച്ചു. ഇറാനെതിരെ ആണവായുധം പ്രയോഗിക്കാൻ അമേരിക്ക തയ്യാറെടുക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നാലെയാണ് അദ്ദേഹം തന്റെ ഔദ്യോഗിക പദവി ഒഴിഞ്ഞത്. ഇറാനിലെ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആണവാക്രമണം നടത്താൻ US ആലോചിക്കുന്നതായി മുഹമ്മദ് സഫ ആരോപിച്ചു. 1 കോടിയോളം ജനങ്ങളാണ് ടെഹ്റാൻ നഗരത്തിൽ അധിവസിക്കുന്നത്. ആണവ ശൈത്യം ഉണ്ടാക്കുന്നതിന് മുമ്പ് ലോകം ഉണരണമെന്നും
അദ്ദേഹം അഭ്യർത്ഥിച്ചു. സമാധാന കരാറിന് ഇറാൻ തയ്യാറാകാത്ത പക്ഷം അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് ആണവാക്രമണത്തിന്റെ സൂചനയാണോ എന്ന ചർച്ചകൾ അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ സജീവമാണ്. അമേരിക്കയിൽ ജനിക്കുന്നവർക്ക് പൗരത്വം നൽകുന്ന നിലവിലെ നിയമത്തിനെതിരെ കടുത്ത പരാമർശങ്ങളുമായി ഡൊണാൾഡ് ട്രംപ്. യുഎസിൽ ജനിക്കുന്ന കുടിയേറ്റക്കാർക്ക് മക്കൾക്ക് പൗരത്വം നൽകുന്ന രീതി അവസാനിപ്പിക്കണമെന്ന തന്റെ നിലപാട് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു. അടിമത്ത കാലത്തെ നിയമങ്ങളെയും ചരിത്രപരമായ സാഹചര്യങ്ങളെയും ഉദ്ധരിച്ചുകൊണ്ട് ട്രംപ് നടത്തിയ ചില പരാമർശങ്ങൾ വലിയ രാഷ്ട്രീയ വിവാദത്തിന് ഇപ്പോൾ വഴിവെച്ചിരിക്കുകയാണ്. വിദേശികൾ അമേരിക്കയിൽ വന്ന് പ്രസവിക്കുന്നതിലൂടെ കുട്ടിക്ക് പൗരത്വം ലഭിക്കുന്ന ബർത്ത് ടൂറിസം അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നടപടികൾക്കും ഇറാനിലെ യുദ്ധത്തിനുമെതിരെ യുഎസിലെങ്ങും റാലികളാണ് ഇപ്പോൾ നടക്കുന്നത്. 50 സംസ്ഥാനങ്ങളിലായി 3200 പ്രതിഷേധ റാലികളാണ് ശനിയാഴ്ച നടന്നത്. നോ കിങ്സ് എന്ന മുദ്രാവാക്യം ഉയർത്തി കഴിഞ്ഞ വർഷം നടന്ന 2 റാലികളുടെ തുടർച്ചയായിട്ടാണ് ഇത്. ഇറാനുമായുള്ള സമാധാന ചർച്ചകളിൽ ഉടൻ തീരുമാനമായില്ലെങ്കിൽ രാജ്യം കടുത്ത സൈനിക നടപടി നേരിടേണ്ടി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇറാന്റെ വൈദ്യുതി ഉൽപാദന നിലയങ്ങളും എണ്ണക്കിണറുകളും പൂർണ്ണമായി തകർക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. അതേസമയം കാസ്പിയൻ കടൽ മേഖലയിലുള്ള ഇറാന്റെ സുപ്രധാന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് നേരെ ഇസ്രായേൽ സൈന്യത്തിന്റെ ശക്തമായ ആക്രമണം ഉണ്ടായി. ഇറാന്റെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുള്ള നീക്കമാണിതെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. ഇസ്രായേലിനെ പരാജയപ്പെടുത്താനോ നശിപ്പിക്കാനോ ഉള്ള ഏതൊരു നീക്കവും ഉഗാണ്ടയെ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുമെന്നും അത്തരമൊരു സാഹചര്യമുണ്ടായാൽ ഉഗാണ്ടൻ സൈന്യം ഇസ്രായേലിനൊപ്പം ചേർന്ന് പോരാടുമെന്നും ഉഗാണ്ടൻ സൈനിക മേധാവി വ്യക്തമാക്കി. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ കുവൈറ്റിൽ കൊല്ലപ്പെട്ട യുവാവിന്റെ മൃതദേഹം ഉടൻ ഇന്ത്യയിലെത്തിക്കും. തമിഴ്നാട് രാമനാഥപുരം ജില്ലയിലെ കൊളത്തൂർ സ്വദേശിയായ സന്താന ശെൽവം എന്ന 40-കാരനാണ് മരിച്ചത്. സ്വകാര്യ കമ്പനിയിലെ കരാർ ജീവനക്കാരനായിരുന്നു ഇദ്ദേഹം. ഇറാനിലെ വിമാനത്താവളത്തിന് നേരെ യുഎസ് നടത്തിയ വ്യോമാക്രമണത്തിൽ ഇന്ത്യയിലേക്ക് വരേണ്ടിയിരുന്ന വിമാനത്തിന് കേടുപാടുണ്ടായി. ഇറാനിലെ മഷാദ് വിമാനത്താവളത്തിന് നേരെയാണ് അമേരിക്ക ആക്രമണം നടത്തിയത്. യുഎസ് ഇസ്രായേൽ ആക്രമണത്തിൽ വലയുന്ന ഇറാനിയൻ ജനതയ്ക്ക് ആവശ്യമായ വൈദ്യസഹായം ശേഖരിക്കാൻ ഡൽഹിയിലേക്ക് പുറപ്പെടാൻ തയ്യാറായി നിന്ന മഹാൻ എയറിന്റെ ഉടമസ്ഥയിലുള്ള വിമാനത്തിനാണ് കേടുപാടുണ്ടായത്. പശ്ചിമേഷ്യ, മധ്യേഷ്യ, ദക്ഷിണേഷ്യ, തെക്ക് കിഴക്കൻ ഏഷ്യ, കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിലെ നിരവധി രാജ്യങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ഉടമസ്ഥയിലുള്ള ഇറാനിയൻ എയർലൈൻ ാണ് മഹാൻ എയർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി.com സന്ദർശിക്കാൻ നന്ദി. നമസ്കാരം.